40 നാൾ നീണ്ട യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസം ലഭിച്ചതിന് തൊട്ടുപിറകെ പശ്ചിമേഷ്യയിൽ വീണ്ടും ആശങ്ക ശക്തമാണ്. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ മിന്നലാക്രമണത്തിൽ 210-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഇറാൻ വെറുതെ ഇരിക്കുമോ, വെടിനിർത്തൽ കരാർ ലംഘിച്ച് അവർ തിരിച്ചടിക്കുമോ എന്ന ഭീതിയോടെ ഉറ്റുനോക്കുകയാണ് ലോകം. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും രംഗത്തെത്തി. ഇസ്രയേലിനെ ക്യാൻസർ എന്ന് വിശേഷിപ്പിച്ച ഖ്വാജ ആസിഫ് ആ രാജ്യം മനുഷ്യരാശിക്ക് തന്നെ ശാപമാണെന്നും കുറ്റപ്പെടുത്തി. ഗാസയ്ക്കും ഇറാനും പിന്നാലെ ലെബനനിലും ഇസ്രായേൽ വംശഹത്യ തുടരുകയാണ് എന്ന് ഖ്വാജ ആസിഫ് വിമർശിച്ചു. ഈ എക്സ്പോസ്റ്റ് ഖ്വാജ പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. US ഇറാൻ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥ വഹിച്ച പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടായത് എന്ന് ഓർക്കണം. ഖ്വാജ ആസിഫിന് കനത്ത മറുപടിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാറും രംഗത്തെത്തി. ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന അങ്ങേയറ്റം പ്രകോപനപരവും വംശീയവുമാണ് എന്ന് ഇരുവരും പറയുന്നു. ഒരു സർക്കാരും ഇത്തരം ഭാഷ പ്രയോഗിക്കാൻ പാടില്ലെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. US ഇറാൻ വെടിനിർത്തൽ നടപ്പാക്കി മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേൽ ലെബനന് മേൽ കനത്ത പ്രഹരമേൽപ്പിച്ചത്. അതും ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണം. ഇതോടെ ഇറാൻ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടച്ചു. ഏപ്രിൽ 8-ന് രാത്രി ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിമിന്റെ അനന്തരവൻ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. മധ്യ ബെയ്റൂട്ടിലെ വാണിജ്യ ജനവാസ മേഖലകളിലായിരുന്നു ആക്രമണം. 10 മിനിറ്റിനിടെ 100-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇതോടെയാണ് ഇറാൻ വെടിനിർത്തലിന് ധാരണയിൽ നിന്ന് പിന്മാറുമെന്ന് താക്കീത് നൽകിയത്. ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചെങ്കിലും പിന്നീട് ഒരു ദിവസം 15 കപ്പലുകൾ വരെ കടത്തിവിടാമെന്ന് അവർ അറിയിച്ചിരുന്നു. ഇസ്രായേലിന്റെ നീക്കങ്ങൾ പക്ഷേ അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാറിനെ തകർച്ചയുടെ വക്കിലെത്തിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ദിവസേന 140 കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമോസ് കടലിടുക്ക് വഴി കഴിഞ്ഞ 24 മണിക്കൂറിടെ ഒരേ ഒരു എണ്ണക്കപ്പൽ മാത്രമാണ് പോയത്. ഇതോടെ US പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെ രംഗത്തെത്തി. ഇതല്ല നമ്മൾ തമ്മിലുള്ള കരാറ് എന്നായിരുന്നു ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഹോർമോസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ചുങ്കം പിരിക്കാനുള്ള ഇറാന്റെ നീക്കം അനുവദിക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം വരും ദിവസങ്ങളിൽ ഹോർമോസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്നും ആശങ്കയുണ്ട്. അങ്ങനെ വന്നാൽ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം വീണ്ടും അവതാളത്തിലാകും. ആഗോള എണ്ണ വിപണിയിൽ വില കയറ്റവും ഇത് രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ സമാധാന പ്രതീക്ഷ അസ്ഥാനത്താകാനും സാധ്യത ഏറെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് പകരം ചോദിക്കാൻ ഇറാനിയൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി തക്കം പാർത്തിരിക്കുകയാണ് എന്ന് പ്രമുഖ ആഗോള രാഷ്ട്രീയ നിരീക്ഷകൻ ഇയാൻ ബ്രെമർ പറയുന്നു. തന്റെ പിതാവിനെ വധിച്ചതിന് പ്രതികാരം വീട്ടാൻ മുജ്തബ ഖമേനി തയ്യാറെടുക്കുകയാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഈ പ്രതികാരദാഹം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും ബ്രെമർ മുന്നറിയിപ്പ് നൽകി. NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് യുറേഷ്യ ഗ്രൂപ്പ് സ്ഥാപകൻ കൂടിയായ ബ്രെമർ നിലപാട് വ്യക്തമാക്കിയത്. ഇസ്ലാമാബാദിലെ നടക്കാനിരിക്കുന്ന നിർണായക സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി മേഖലയിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയി US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മകൻ മുജ്തബ ഖമനേയി അധികാരമേറ്റത്. തന്റെ കുടുംബത്തെ തകർത്തവരോടുള്ള അടങ്ങാത്ത പകയാണ് അദ്ദേഹത്തെ നയിക്കുന്നത് എന്നും യുക്തിപരമായ തീരുമാനങ്ങളെക്കാൾ വൈകാരികമായ തിരിച്ചടികൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത് എന്നും ബ്രെമർ നിരീക്ഷിക്കുന്നു. ഹോർമോസ് കടലിടുക്കിലെ സാഹചര്യം ഇപ്പോഴും സങ്കീർണമായി തുടരുകയാണ്. കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകാൻ ഇറാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേവലം 7 കപ്പലുകൾക്ക് മാത്രമാണ് ഇറാൻ അനുമതിയോടെ ഇതിലൂടെ കടന്നു പോകാനായത്. നിലവിൽ താൽക്കാലിക വെടിനിർത്തൽ ഏത് നിമിഷവും തകരാം എന്നതിന്റെ സൂചനയാണ് ഇതെന്ന് ഇയാൻ ബ്രെമർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനിലെ സായുധ വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെടിനിർത്തൽ കരാറിനോട് പൂർണ്ണമായി സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രാദേശിക കമാൻഡർമാർക്ക് സ്വയം തീരുമാനമെടുക്കാൻ അധികാരം നൽകിയിരുന്നു. ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തുപോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഇത് സമാധാന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കും. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കർശന നിബന്ധനകളും വെടിനിർത്തലിന് ഭീഷണിയാണ്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ നീക്കം ചെയ്യണമെന്നും ഹിസ്ബുള്ള, ഹൂതി തുടങ്ങിയ സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ഭരണകൂടം ആവശ്യപ്പെടുന്നു. ഈ ഉപാധികൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഗൾഫ് മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാകുകയാണ് അമേരിക്ക. മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇറാനെതിരെ കരയുദ്ധത്തിനുള്ള സാധ്യതകൾ ട്രംപ് ഇപ്പോഴും
തള്ളിക്കളഞ്ഞിട്ടില്ല. എണ്ണവില കുറയ്ക്കാനും വിപണിയിൽ ആത്മവിശ്വാസം വളർത്താനുമുള്ള ഒരു താൽക്കാലിക തന്ത്രം മാത്രമാണോ ഈ വെടിനിർത്തലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഗൾഫ് യുദ്ധത്തിൽ ഇസ്രയേലിന്റെ നിലപാടും നിർണായകമാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കാൻ സാധ്യതയില്ല എന്ന് ബ്രമർ കരുതുന്നു. എന്നാൽ അമേരിക്കയിലെ യുവതലമുറയ്ക്കിടയിൽ ഇസ്രയേൽ വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നത് ട്രംപിന് വെല്ലുവിളി തന്നെയാണ്. ഇത് വെറും അമേരിക്കൻ താൽപര്യങ്ങൾക്കായുള്ള യുദ്ധം മാത്രമല്ല, മറിച്ച് ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് എന്ന ചിന്ത ട്രംപിന്റെ രാഷ്ട്രീയ അടിത്തറയെ ബാധിച്ചേക്കാം. മേഖലയിലെ സമാധാന ചർച്ചകളിൽ പാകിസ്ഥാൻ മധ്യസ്ഥനായി മാറുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒന്നല്ല. ട്രംപുമായുള്ള ബന്ധവും ചൈന, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായുള്ള സുരക്ഷാ സഹകരണവുമാണ് പാകിസ്ഥാന് ഈ അവസരം നൽകിയത്. എന്നാൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ പങ്ക് വളരെ നിസ്സാരമാണെന്നും ബ്രമർ പറയുന്നു. സാങ്കേതിക വിദ്യയിലും നിർമ്മിത ബുദ്ധിയിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകം അംഗീകരിക്കുന്നതാണ്. G7 രാജ്യങ്ങൾക്കും ഗ്ലോബൽ സൗത്തിനുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. പാകിസ്ഥാൻ കേവലം ഒരു താൽക്കാലിക മധ്യസ്ഥന്റെ റോളിൽ ഒതുങ്ങുമ്പോൾ ഇന്ത്യ ആഗോള സാമ്പത്തിക ക്രമങ്ങളിൽ നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞു. അതിർത്തിയിലെ സൈനിക കരുത്തിലും സാമ്പത്തിക സുസ്ഥിരതയിലും പാകിസ്ഥാന് ഇന്ത്യയുടെ 7 അയലത്ത് പോലും എത്താൻ സാധിക്കില്ല. ഇറാനെ പോലെയുള്ള ഒരു മതനിഷ്ഠിത വിപ്ലവ ഭരണകൂടത്തെ മൂലയ്ക്കൊതുക്കുന്നത് കൂടുതൽ അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ബ്രമർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു.